വാർത്തകളിലേക്ക് പോകുമ്പോൾ ബാർക്കോഴ ആരോപണത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം ഇടുക്കി അണക്കര സ്പൈസ് ഗ്രോവ് ബാർ ഉടമ അരവിന്ദാക്ഷന്റെ മൊഴി രേഖപ്പെടുത്തി. അനിമോന്റെ ശബ്ദ സന്ദേശത്തിൽ സ്പൈസ് ഗ്രോവ് ഹോട്ടൽ 2.5 ലക്ഷം രൂപ നൽകിയെന്ന വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് മൊഴി രേഖപ്പെടുത്തിയത്. പണം നൽകിയിട്ടില്ലെന്നും പണം നൽകാൻ നിർദ്ദേശമുണ്ടായിരുന്നില്ലെന്നും അരവിന്ദാക്ഷൻ മൊഴി നൽകി. ബാർക്കോഴ വിവാദവുമായി ബന്ധപ്പെട്ട് ഇടുക്കി ജില്ലയിൽ ബാർ ഉടമകളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പ്രചരിച്ച ഓഡിയോ സന്ദേശത്തിൽ അനിമോന് കൂടി പങ്കാളിത്തമുള്ള അണക്കര സ്പൈസസ് ഗ്രേവ് ഹോട്ടലിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ 2.5 ലക്ഷം രൂപ നൽകിയെന്ന പരാമർശത്തെ തുടർന്നാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം ഇന്ന് ഇടുക്കിയിലെത്തി അരവിന്ദാക്ഷന്റെ മൊഴി രേഖപ്പെടുത്തിയത്. നെടുങ്കണ്ടത്തെ എലഗൻസ് ഹോട്ടലിൽ വിളിച്ചു വരുത്തിയായിരുന്നു മൊഴിയെടുക്കൽ. പ്രധാനമായും പണം നൽകിയോ എന്നതിനെ സംബന്ധിച്ചായിരുന്നു ക്രൈംബ്രാഞ്ചിന്റെ ചോദ്യം. എന്നാൽ തന്നോടാരും പണം ആവശ്യപ്പെട്ടിട്ടില്ല എന്നും 2.5 ലക്ഷം രൂപ നൽകിയിട്ടില്ല എന്നും അരവിന്ദാക്ഷൻ ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകി. അതേസമയം മുൻപ് കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പണം നൽകിയതായും അരവിന്ദാക്ഷൻ ക്രൈംബ്രാഞ്ചിനോട് പറഞ്ഞിട്ടുണ്ട്. മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം പുറത്തിറങ്ങിയ ക്രൈംബ്രാഞ്ച് സംഘം മാധ്യമങ്ങളോട് പ്രതികരിച്ചില്ല. സാറേ, ചോദ്യം ചെയ്തതിന് പൂർത്തിയായതാണ്. കഴിഞ്ഞു. ഇനി ആരെങ്കിലും ഇവിടെ ചോദ്യം ചെയ്യുന്നുണ്ടോ? ഇല്ല. സാർ, ഈ ശബ്ദരേഖയൊക്കെ കൃത്യമാണെന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും? ഇതോടൊപ്പം തന്നെ ഓഡിയോ സന്ദേശം പ്രചരിച്ച വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ അംഗങ്ങളുടെയും മൊഴി കൂടി രേഖപ്പെടുത്തുമെന്നാണ് സൂചന. ബാർ ഉടമകളുടെ മൊഴിയെടുക്കലുമായി ബന്ധപ്പെട്ട് മൂന്നാർ അടക്കമുള്ള പ്രദേശങ്ങളിൽ രാവിലെ ക്രൈംബ്രാഞ്ച് സംഘം എത്തിയിരുന്നു. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.